എങ്ങനെ പഠിക്കണം, ഏത് സബ്ജക്റ്റ് എടുക്കണം, എഞ്ചിനീയർ ആണോ അല്ലെങ്കിൽ ഡോക്ടറാണോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണോ അത് എന്താണെന്ന് ആ കുട്ടീനെ തീരുമാനമാണോ, അല്ലാണ്ട് നമ്മൾ ഒരിക്കലും പേരൻസ് അവരെ പോസ് ചെയ്യാൻ പാടില്ല. സോ ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവരുണ്ടാളും ഭർത്താവാണ്. കിട്ടിയില്ല നെക്സ്റ്റ് ടൈം ചെയ്താൽ എവിടെയും പോകുന്നില്ലല്ലോ. 1 ഇയർ അല്ല, 6 months ആണ് പ്രിപ്പയർ ചെയ്തതാണ് ഓൾറെഡി. കിട്ടിയില്ലേ നെക്സ്റ്റ് ടൈം പിന്നെയും കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്ത. സോ അങ്ങനത്തെ കുറെ വേർഡ്സ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ എല്ലാ സ്റ്റേജിലും, ഇത് മാത്രമല്ല എല്ലാ സ്റ്റേജിലും 11th 12th ഇവര് എന്നെക്കാട്ടും കൂടുതൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി. ഹലോ എവ്രിവൺ, വെൽക്കം ടു സീക്കോ ഇന്റർനാഷണൽ. ശിവ ദിസ് സൈഡ്. സോ നമ്മൾ കഴിഞ്ഞ ഭാഗത്തില് ഡോക്ടർ ആരതിയുടെ പേഴ്സണൽ ജേർണിയും എക്സ്പീരിയൻസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടറിന് എത്രയും അവരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ ജേർണി ഇമ്പോർട്ടന്റ് ആണോ, അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ പാരന്റ്സിന്റെ മൈൻഡ് സെറ്റ്. സോ ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ ആരതിയുടെ പാരന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമസ്കാരം സർ. നമസ്കാരം. എന്ത് തോന്നി റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത്? റിസൾട്ട് അറിഞ്ഞപ്പോൾ തന്നെ ഒരു വലിയൊരു ഭാരം തലേന്നങ്ങ് ഒഴിവായി. വളരെ സന്തോഷം. പ്രതീക്ഷ ഉണ്ടായിരുന്നു മകളടുത്ത് ഫസ്റ്റ് ചാൻസ് തന്നെ പിന്നെ വിജയിക്കുന്നില്ലേ എങ്കിൽ അതുപോലെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് വളരെ സന്തോഷം. നമുക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു, ഹാപ്പി ആയിരുന്നു. ഒരു വലിയൊരു ഡിസിഷൻ ആണ് കുഞ്ഞിനെ പുറത്തോട്ട് പഠിക്കാനായിട്ട് വിടുക എന്നുള്ളത്. അത് എങ്ങനെ നിങ്ങൾ ആ ഡിസിഷനിലോട്ട് എത്തി? അത് എന്തായിരുന്നു നിങ്ങൾക്ക് ആ സമയത്തുള്ള ഒരു മനോഭാവം? അത് നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. ഒന്നാമത് സിംഗിൾ ഡോട്ടറാണ്. അപ്പോൾ ഓരോ കുട്ടിയിലും പുറത്തു വിടാൻ നമ്മൾ ആഗ്രഹിച്ചല്ലായിരുന്നു. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു 10th മുതലേ. അപ്പം ഒരു മെഡിക്കൽ സൈഡിൽ പോകണം എന്നുള്ളത്. അപ്പം അവളെ ഒരു തീരുമാനത്തിൽ ഞാനും ഭാര്യയും എത്തി നിൽക്കുകയോ ചെയ്ത്. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പം നീറ്റ് എഴുതി ശരിക്കും അതിന് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം വേറൊരു മാർഗം പിന്നെ ഈ പുറത്തേക്ക് അയക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപ്രകാരം ഇവിടെ തളിപ്പറമ്പിൽ ഒരു സീക്കോ ഉണ്ട് എന്നറിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു കുടുംബ സുഹൃത്തിൻ്റെ മകൻ ഓൾറെഡി ഇവിടെ ഇന്ന് പോയിരുന്നു ചൈനയിൽ. അപ്പം അങ്ങനെ നമ്മളും തീരുമാനിച്ചു. അത് ഒരു പൂർണ്ണ സംതൃപ്തിയോടെ അല്ല നമ്മൾ അയച്ചത്, എങ്കിലും കൂടി അവളെ താല്പര്യം നമ്മൾ ശരിക്കും മാനിച്ചുകൊണ്ട് എടുത്ത തീരുമാനമാണ്. ഒരു വലിയ തീരുമാനം എടുത്തത്. അന്ന് എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ എടുത്ത തീരുമാനം വളരെ ശരിയായെന്ന് തോന്നുന്നു. വേറെ ഒന്നെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് അമ്മയുടെ അടുത്താണ് ചോദിക്കാനുള്ളത്. ഒറ്റ മകളാണെന്ന് സാറ് മെൻഷൻ ചെയ്തു. പുറത്തോട്ട് പോയ ആ സമയത്ത് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്തു കാര്യങ്ങളൊക്കെ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ടെൻഷനായിരുന്നു. പിന്നെ പുറത്ത് നമ്മളെ കൂടെ തന്നെയായിരുന്നു. ഒരു ദിവസം പോലും വീട്ടിലോ അങ്ങനെ പോയി താമസിക്കുന്നില്ലായിരുന്നു, നമ്മളെ കൂടെ തന്നെയായിരുന്നു. പിന്നെ എല്ലാ കുട്ടികളുമായിട്ട് അങ്ങനെ ചൈനയിൽ ആദ്യം പോയപ്പോൾ 2 കുട്ടികൾ, ഒരു റൂമിൽ 2 കുട്ടികളായിരുന്നു. അങ്ങനെ അവരോടായിട്ട് പിന്നെ നമുക്ക് തോന്നിയില്ല, ഇവിടെ ഭാവി നമ്മൾ നോക്കി പോയാലല്ലേ ദൂരം പോയാലും പഠിക്കേണ്ട. ഓർക്ക് ഇഷ്ടമായിരുന്നു. അവളെ കൂട്ടുകാരെല്ലാരും മെഡിസിന്റെ ഇത് പോയതായിരുന്നു. ഇവിടെ നിന്ന് പോയ ആരതിയും അതുപോലെ തന്നെ തിരിച്ചു വന്ന ആരതിയും എന്താണ് വ്യത്യാസം ഉണ്ടായിരുന്നത്? വ്യത്യാസം എനിക്ക് അങ്ങനെ തോന്നിയില്ല. കുറച്ച് ആദ്യം ഇപ്പൊ പരാതിയായിരുന്നു, അയ്യോ അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഒന്നും പറയൂല. നല്ല എല്ലാരോടും എങ്ങനെ പെരുമാറണം എങ്ങനെയാന്നുള്ള. ആദ്യം നമ്മൾ മാത്രമായത് കൊണ്ടാന്നറിയില്ല, പുറത്തു പോയപ്പോ കൂടെ നിൽക്കുന്ന കുട്ടികളുമായി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു. അന്നേരം ആ ചൈനയിലുള്ളപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്ക് തന്നെ ഉറങ്ങാൻ പറ്റൂലായിരുന്നു. പിന്നെ ജോർജിയ പോയപ്പോ എല്ലാരുമായിട്ട് ഒന്നും കൂടി അങ്ങ് മെച്ചൂറായി. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആരെയോ ഫാമിലീനെ വിളിക്കാനോ ഇല്ല വേറെ കുട്ടികളെ അമ്മമാരെയോ അങ്ങനെ വിളിക്കേണ്ട ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. സുഖമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആരതിയുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് ആരതി ഫാദറിന്റെ ആർമി ബാക്ക്ഗ്രൗണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തതിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു സാർ? കരിയറിന്റെ കൂടെ കുട്ടിയുടെ അപ്ബ്രിങ്ങിങ്ങും ഒക്കെ എങ്ങനെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്? അത് എന്താന്ന് വെച്ചാൽ ഇവള് 1ാം ക്ലാസ് മുതലേ ഇവള് പഠിച്ചതൊക്കെ കേന്ദ്ര വിദ്യാലയത്തിലാണ്. അപ്പം ഓൾ ഇന്ത്യയിലൊക്കെ അവള് നാട്ടിൽ പഠിച്ച വളരെ കുറവായിരുന്നു. ലാസ്റ്റ് ഒരു +1 +2 മാത്രം ഇവിടെ വന്ന് പഠിച്ചു. അപ്പം കൂടെ തന്നെ ആയിരുന്നു. അപ്പം ഇവൾക്ക് അന്നേരം സ്മാർട്ടായിരുന്നു. ഈ ഭാഷകൾ സംസാരിക്കാമല്ലോ. ആർമി സ്കൂളിലും അല്ലെങ്കിൽ ഇത് കേന്ദ്ര വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ എല്ലാ ഭാഷ അങ്ങനത്തെ യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല അവർക്ക്. അതെവിടെ പോലും പ്രോബ്ലം അവിടെയും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു വഴിക്ക് വരണം, ഒരു മെഡിസിൻ ഭാഗത്തേക്ക് വരണം എന്നങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയൊക്കെയാണ് അങ്ങനെ ആ വഴിക്കേക്ക് എത്തിയത്. ഇപ്പം നമ്മൾ എത്തിയത്. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം ആരതിയോട് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് സ്പെഷ്യൽ ബാച്ച് ആണ്. കൊറോണ സമയത്ത് അല്ലെങ്കിൽ പാൻഡമിക്കിന്റെ സമയത്ത് പഠിച്ച കുട്ടികളാണ്. അപ്പം ആ ഒരു സമയത്ത് രക്ഷകർത്താക്കൾക്കും ഒരു വലിയൊരു ഡിസിഷൻ ആയിരുന്നു ഒരു യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചൈനയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ നമ്മൾ ജോർജിയയിലോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം.
അപ്പോ നിങ്ങൾ ആ തീരുമാനം എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് തീരുമാനം എടുക്കാൻ നമ്മൾ ആദ്യം ഫസ്റ്റ് ഈ 2018 ഇവർ പോകുന്നത്. അപ്പോൾ പോയി ഒരു സെമസ്റ്റർ കഴിഞ്ഞെന്ന് തോന്നുന്നത്. ആ സമയത്താണ് തിരിച്ചു വരുന്നത് വെക്കേഷന്. ഒരു ഇയർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് വെക്കേഷനാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഈ കോവിഡ് വന്നത്. കോവിഡ് വന്നു. ആദ്യം പിന്നെ ഉത്ഭവസ്ഥാനം തന്നെ ചൈനയാണല്ലോ. നമുക്ക് കേട്ടുകേൾവിയില്ലാതെ ഒരു 100 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇങ്ങനത്തെ ഒരു മഹാമാരി വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പം കുറെ കൂടുതൽ ആൾ മരിക്കുന്നു. അപ്പം വലിയ ടെൻഷനായി നമുക്ക്. അപ്പം നമുക്ക് ടെൻഷനില്ല. കാര്യം എന്ന് വെച്ചാൽ അതുവരെ നമുക്ക് ടെൻഷനില്ല. നമ്മളൊക്കെ മക്കളെല്ലാവരും തിരിച്ച് നാട്ടിലുണ്ട് ആ സമയത്ത്, വെക്കേഷൻ സമയത്ത്. അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടില്ല. തിരിച്ചു പോകാൻ തന്നെ തീരുമാനമായിരുന്നു അവിടെ. പിന്നെ 2 രാജ്യങ്ങൾ തമ്മിലൊരു ചെറിയൊരു ഇഷ്യൂസ് വന്നു. അപ്പോൾ അത് കുറെ നീണ്ടു നിന്നു. പിന്നെ വേറെ അവിടുത്തെ ഈ ഓൺലൈൻ ക്ലാസ് എക്സെപ്റ്റ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വല്ല കാര്യങ്ങളൊക്കെ വന്നു. അപ്പം നമുക്ക് കുറച്ച് പ്രഷർ കൂടി. 1 വർഷം കഴിഞ്ഞു. കൂടാതെ നമ്മൾ നല്ല 10-15 ലക്ഷം രൂപ ആ സമയത്ത് തന്നെ നമ്മൾ അവിടെ പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടും ബാക്കി എല്ലാത്തിനും വേണ്ടി നമ്മൾ മുതലാക്കി ചെലവിട്ടും കാശ്. പിന്നെ തിരിച്ചു വന്ന് പിന്നെ വേറൊരു പിന്നെ ഇതിലേക്ക് മാറാൻ വേണ്ടി ഇങ്ങനെ ഈ മെഡിസിൻ മാറി വേറൊരു ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യാന്ന് പറയുമ്പം ഇവർക്കും താല്പര്യം ഉണ്ടായില്ല. പിന്നെ അത് നമ്മൾ ഇത് തന്നെ തീരുമാനിച്ചു. പിന്നെ ഇത് പൂർണ്ണ മനസ്സോടല്ല നമ്മൾ ആടുന്നൊരു ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ജോർജിയയിലേക്ക് എടുത്ത തീരുമാനം. പിന്നെ ബാക്കി എല്ലാവരും കുട്ടികളും അയക്കുമ്പോൾ പിന്നെ നമ്മളെ കുട്ടീനെ മാത്രം അയച്ചിട്ടില്ല. അവർക്കും ഒരു മാനസിക പ്രശ്നം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ അയച്ചതായിരുന്നു ജോർജിയയിലേക്ക്. അങ്ങനെ ആ സംഭവം. ജോർജിയയിലോട്ട് അയച്ച അന്നെടുത്ത ആ ഒരു തീരുമാനം ശരിയായെന്ന് തോന്നുന്നുണ്ടോ? തന്നെ തീർച്ചയായിട്ടും. ഒരു ക്വസ്റ്റ്യൻ ആരതിയുടെ കൂടെയാണ്. പാരന്റ്സ് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരതിയുടെ ഈ ഒരു ജേർണിയിൽ? ലൈക്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഞാൻ എന്ത് പറഞ്ഞാലും അത് നിനക്ക് വേണമെങ്കിൽ നീ ചെയ്തോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരിക്കലും എന്നെ ഇതൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയിട്ടില്ല. എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്തോ, എനിക്ക് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ നീ ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഈവൻ അറ്റ് ദ വേർജ് ഓഫ് FMG. ഞാനൊക്കെ FMG എക്സാം എഴുതുന്നതിന് മുമ്പിൽ തകർന്നിരിക്കുന്നു. എന്ത് ചെയ്യും അറിയില്ല. റിസൾട്ട് എക്സാം എഴുതുന്നതിന് മുമ്പിൽ നമുക്ക് വൻ എൻസൈറ്റി ആയിരിക്കും. പാസ്സാവൂലേ, പാസ്സായി കഴിഞ്ഞാലോ, പാസ്സായിട്ടില്ലെങ്കിലോ, എങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ലിറ്ററലി ഇപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാനൊക്കെ വൺ ഡൗൺ ആയിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞു കുഴപ്പമില്ല, ഇപ്രാവശ്യം കിട്ടിയില്ലേ കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം പിന്നെ എഴുതാം, ഇത് വേണ്ട സംഭവമാണല്ലോ, ഇതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തവർ 2 ഭർത്താനാണ്. കിട്ടിയില്ല, നെക്സ്റ്റ് ടൈം എഴുതാം, എവിടെയും പോകുന്നില്ലല്ലോ. 1 ഇയർ അല്ല, 6 മന്ത് ആണ്, പ്രിപ്പയർ ചെയ്തതാണ് ഓൾറെഡി. കിട്ടിയില്ലേ നെക്സ്റ്റ് ടൈം പിന്നെയും കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്താം. സോ അങ്ങനത്തെ കുറെ വേർഡ്സ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സോ എല്ലാ സ്റ്റേജിലും, ഇത് മാത്രമല്ല എല്ലാ സ്റ്റേജിലും 11th 12th 10th ഇവര് എന്നെക്കാട്ടും കൂടുതൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി. ഗ്രേറ്റ്ഫുൾ. അൾട്ടിമേറ്റ്ലി ഫാമിലി എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും ആണ് ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരാൾ മാത്രമല്ല ഇൻ ദി എൻഡ് ഓഫ്. സാറ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്നേഹിതൻ പറഞ്ഞ അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി പറഞ്ഞാണ് ആരതിയെയും അതിലോട്ട് റെക്കമെൻഡ് ചെയ്യാൻ. ഇപ്പോ നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുഞ്ഞ് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട് നിൽക്കുവാണെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അത് കുട്ടികള് എങ്ങനെ പഠിക്കണം, ഏത് സബ്ജക്റ്റ് എടുക്കണം, എഞ്ചിനീയർ ആണോ അല്ലെങ്കിൽ ഡോക്ടർ ആണോ, വല്ലയിടത്തും അഡ്വക്കേറ്റ് ആണോ, അല്ല എന്താണെന്ന് ആ കുട്ടീനെ തീരുമാനമാണോ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും പേരൻസ് അവരെ പോസ് ചെയ്യാൻ പാടില്ല. കുട്ടീൻ്റെ തീരുമാനത്തിലും എല്ലാ വിഷയത്തിലും എന്താവണം എന്നുള്ളത് കുട്ടിയുടെ അടുത്ത് വരണം. അവരെ താല്പര്യപ്രകാരം ഒരിക്കലും ഈ പേരൻസ് അവരെ നിർബന്ധിച്ചിട്ട് ഈ മെഡിസിന് താല്പര്യമില്ലാതെ കുട്ടികളെ ഒരിക്കലും ആ ഒരു വഴിയിലേക്ക് അവരുണ്ടല്ലോ തള്ളിയിടാൻ പാടില്ല. അപ്പോൾ ആടെയാണ് വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇപ്പം നമ്മൾ കണ്ടും പല ഈ കോട്ടയിലൊക്കെ, രാജസ്ഥാൻ കോട്ടയിലൊക്കെ അവിടെ ഈ ഇതിൻ്റെ നീറ്റിൻ്റെ ഈ നടക്കുന്നുണ്ട് അവിടെ ക്ലാസ്സുകൾ. അപ്പോൾ അവിടെയൊക്കെ വളരെ സമ്മർദ്ദത്തിലാണ് കുട്ടികൾ. പല സമ്മർദ്ദങ്ങളും പേപ്പറൊക്കെ വായിച്ചാണ്. അത് ഈ പാരൻസിൻ്റെ താല്പര്യപ്രകാരം അവരെ നിർബന്ധിച്ചയക്കുന്നതാണ്. അവരെ ഏത് വഴിക്കാണ് പോകേണ്ടത്, ഏത് കോഴ്സ് എടുക്കണം എന്നാവണമെന്ന് ആ കുട്ടികളെ ആഗ്രഹം പോലെ വിടുക വേണ്ടത്. അതാ എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ ശരിയായ ഒരു കാര്യമാണ് സാർ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് തിരക്കാണെന്ന് അറിയാം. തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ചതിന് വളരെ സന്തോഷം. ഇനിയും ഞാൻ ആരതിയുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പഠനം എന്ന് പറയുന്നത് നിൽക്കുന്നില്ല. അവർക്ക് ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് ഫോർ ദി സക്സസ്. സീക്കോ കൺസൾട്ടൻസിന് താങ്ക്സ്. അത് കാരണം നമ്മളിവിടെ ഒരു മോള് ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടായി. അവിടെ താങ്ക്സ്. വളരെ താങ്ക് യു.